അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നമ്മളുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയും മരിക്കുകയും ചെയ്ത മാസമാണ് റബീഉൽ അവ്വൽ. ഈ മാസത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷമാക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിൽ ആഘോഷങ്ങൾ എന്നത് കൃത്യമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതാണ്. 2 പെരുന്നാളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹത്തിന് നിശ്ചയിച്ചു കൊടുത്തപ്പോൾ നിലവിൽ ആ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിമാകുന്നതിന് മുമ്പ് അവർ ആഘോഷിച്ചിരുന്ന 2 ആഘോഷങ്ങളെ അവർ മാറ്റിവെക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്കതിന് പകരം നൽകുന്നു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ഇത് ആഘോഷമാക്കുകയും ഇതിന് പ്രമാണങ്ങളിൽ തെളിവുകൾ തിരയുകയും ചെയ്യുന്ന ആളുകൾ ചരിത്രപരമായി ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്, പ്രവാചകൻ്റെ മരണത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഉണ്ടായത് എന്ന് ബോധ്യമുള്ളതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഹദീസുകളിൽ നിന്ന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഖുർആനിൽ ഇത് ആഘോഷിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാറുള്ള വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിഅമത്തുകൾ അതിൽ സന്തോഷിക്കാനും അത് ആഘോഷമാക്കാനും അല്ലാഹു ആവശ്യപ്പെടുന്നു, താൽപ്പര്യപ്പെടുന്നു, കൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കാറുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനുഗ്രഹത്തെ നമ്മൾ ആസ്വാദനമാക്കിയിട്ടില്ലെങ്കിൽ, അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയ്ക്കെതിരാകും എന്നതാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ നിഅമത്തുകളൊക്കെ നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അള്ളാൻ്റെ നിഅമത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഇല്ലാതെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ പോകുന്നുണ്ടോ? എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ആഘോഷമാക്കാൻ പറ്റുമോ? വേണ്ട, മതപരമായ ആഘോഷങ്ങൾ തന്നെ നമ്മൾ എടുക്കുക. ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് ആഘോഷമാക്കണം. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ആഘോഷമാക്കണം, ഹിജ്റ ആഘോഷമാക്കണം, തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ, ഓരോ വിജയങ്ങൾ, ഇസ്ലാമിനുണ്ടായിട്ടുള്ള വിജയങ്ങൾ എല്ലാം ആഘോഷമാക്കുക എന്ന് പറയുന്നത് ശരിയാണോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു അടിസ്ഥാനമുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ടല്ലോ. അതോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നത് ഖുർആനിൽ ഈ പറഞ്ഞ കാര്യം ഇത് പ്രവാചകൻ്റെ ജനനത്തെപ്പറ്റിയാണോ എന്നതാണ്. അതിന് ആയത്തിൻ്റെ തഫ്സീറുകൾ എടുത്തു നോക്കുമ്പോൾ തഫ്സീറുകളിൽ മുഴുവൻ കാണുന്നത് അള്ളാഹുവിൻ്റെ പ്രമാണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും അതേപോലെ തന്നെ ഈ ദീനിനെയുമൊക്കെയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറയുന്നത് ഖുർആനാണ്, ദീനാണ്, ശരീഅത്താണ് എന്നാണ് നമുക്ക് വിശദീകരണമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ആഘോഷമാക്കുക? ഖുർആൻ ഇറങ്ങിയത് ആഘോഷമാക്കുക, അതേപോലെ തന്നെ ദീനിനെ ആഘോഷമാക്കുക. ദീന് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതല്ല, അതിനെങ്ങനെയാണ് നമ്മൾ ആഘോഷമാക്കുക?
അതൊരിക്കലും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, പ്രവാചകനുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ നിയോഗമനമാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. ജനനം അനുഗ്രഹമാണ്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനമാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നാം കാണേണ്ടുന്നത്. ആ അനുഗ്രഹം അതാണ് ദീൻ എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത്, ദീൻ എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ ആഘോഷിക്കേണ്ടുന്നത്. മാത്രവുമല്ല, ഇതൊരു പ്രത്യേക ദിവസം ആഘോഷമാക്കാനാണെങ്കിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഘോഷമാക്കിയിട്ടുണ്ടോ? മുൻഗാമികൾ സ്വഹാബത്ത്, അവരുടെ പിൽക്കാലഘട്ടക്കാർ ഈ ആയത്ത് ജീവിതത്തിൽ പകർത്തിയത് റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വലിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലോ പ്രത്യേകമായ ഒരു സന്തോഷ പ്രകടനവും ആഘോഷവും ആഹ്ലാദവും കൊണ്ടാണോ എന്നത് തീർച്ചയായും നാം പരിശോധിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതില്ലാതെ ഒരിക്കലും പ്രമാണമില്ലാത്ത ഒരു കർമ്മത്തെ പുൽകാൻ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.